ഹായ് ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. ഫൈസൽ ഫസലുദ്ദീൻ്റെ മേനെ പ്യാർ കിയ. ഫൈസൽ ഫസലുദ്ദീൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് മെയിനായിട്ടും ഋതു ഹരൂണും പ്രീതി മുകുന്ദനുമാണ്. മുറയിലും ഓൾ വി ഇമാജിനസ് ലൈറ്റിലും അഭിനയിച്ച ഋതു ഹരൂൺ, കണ്ണപ്പയിലൂടെ ഫേമസ് ആയ പ്രീതി മുകുന്ദൻ, കൂടാതെ അർജുവും മിഥൂട്ടിയൊക്കെ ഉണ്ട്. അർജു കൊള്ളാം കേട്ടോ. അർജു ഞാനും പ്രതീക്ഷിക്കാൻ കൊള്ളാം. സിനിമയിലും നല്ലപോലെ ചെയ്യുന്നുണ്ട്. ഫേമസ് യൂട്യൂബ് ഇൻഫ്ലുവൻസറാണ്. മിഥൂട്ടി ആവേശത്തിലൂടെ ഒക്കെ ഫേമസ് ആയ ആൾ അദ്ദേഹമാണ്. അവർ കുഴപ്പമില്ല. മൊത്തത്തിൽ ഒരു ചുരുക്കി പറഞ്ഞാൽ ഒരു ആവറേജ് പടമാണെങ്കിലും പല മൊമെൻറ്റ്സും രസകരമാണ്. എസ്പെഷ്യലി ബിക്കോസ് ഓഫ് ഋതു ഹരൂൺ. കാരണം ഋതു ഭയങ്കര ചാമിങ് ആണ്, എസ്പെഷ്യലി ഈ പടത്തിൽ. അതായത് ചെറിയൊരു റൊമാൻറ്റിക് സ്റ്റോറി എന്ന് പറയാം, ഒരു റോം കോംന്നോ ഒരു റോം കോം ആക്ഷൻ എന്നൊക്കെ പറയാം. ഈ റൊമാൻസിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാങ്സ്റ്റർ അഫെയർസ് ഒക്കെ ഉണ്ട്. അങ്ങനെ അവസാനം ഒരു ക്യാമിയോ ഒക്കെ ഉണ്ട്, ഒരു അങ്കമാലി ക്യാമിയോ. അങ്ങനെ ഇതൊരു സില്ലി റൊമാൻസ് ആണ്. പക്ഷേ എന്തുകൊണ്ടോ ഇത് എൻ്റർടൈനിങ് ആയിട്ട് തോന്നി എനിക്ക്. പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും ഇല്ലത്തില്ല. നമ്മൾ അനവധി സിനിമകളിൽ കണ്ട കഥയും പശ്ചാത്തലവും തിരക്കഥയും ഒക്കെയാണ്. പക്ഷേ എന്തുകൊണ്ടോ ഒരു രസമുണ്ട്, കണ്ടുകൊണ്ടിരിക്കാൻ രസമുണ്ട്. 2 മണിക്കൂർ 30 മിനിറ്റ് ഉണ്ട് ഓൾമോസ്റ്റ് പടം. നമുക്കങ്ങനെ ബോറടിക്കത്തൊന്നുമില്ല. അങ്ങനെ ഇത് കണ്ടുപോയല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് തലവനെടുക്കുന്ന പടമൊന്നുമല്ല. ഓടും കുതിര ചാടും കുതിര കണക്കൊന്നുമല്ല. നമുക്ക് ചുമ്മാ ഒരു രസത്തിനെ കണ്ടുകൊണ്ടിരിക്കുക. അതായത് ഈ പ്രീതി മുകുന്ദൻ്റെ ക്യാരക്ടറും ഋതു ഹരൂണിൻ്റെ ക്യാരക്ടറും ഒബ്വിയസ്ലി ഫോളോയിങ് ഇൻ ലവ് പോലെയാണ്. അങ്ങനെയാണോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, അങ്ങനെ അല്ലേന്ന് വെച്ചാൽ അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ്, അങ്ങനത്തെ ഒരു പ്ലോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് കടന്നു വരുന്ന കുറച്ച് മിസ്ഹാപ്സ്, കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്. അതായത് വൺ തിങ് ലീഡ്സ് ടു അനദർ അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. അതായത് ചെറിയൊരു സംഭവത്തിൽ തുടങ്ങുന്നത്, ചെറിയ സംഭവം കുറച്ച് വലുതായി, അതിനേക്കാൾ വലുതായി ഒരു ചെയിൻ എഫക്റ്റ്, ബട്ടർഫ്ലൈ എഫക്റ്റ് കണക്ക് ഇപ്പോൾ പോകുന്നൊരു സംഭവമാണ്. ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും അതുപോലെ ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ആണ്. അവസാനം ഇതാണൊക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഒക്കെ വരുന്ന സംഭവങ്ങളാണ്. കുറേ ലോജിക്കലി നമുക്ക് പലതും കൊഹറൻ്റ് അല്ല. കാരണം പല സ്ഥലത്തും ഗ്യാപ്സ് ഉണ്ട്, പല സ്ഥലത്തും പൂർണ്ണമായിട്ട് ലോജിക്ക് നമുക്ക് എഫക്റ്റീവ്ലി നമുക്ക് കാണാൻ പറ്റത്തില്ല. എങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൂടെ എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് ഭയങ്കര അൺനാച്ചുറൽ സ്റ്റോറി ഒന്നും അല്ല. 2 ചെറുപ്പക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ ഇതൊക്കെ സംഭവിക്കാം. ജിയോ ബേബി അഭിനയിക്കുന്നുണ്ട് ഋതു ഹരൂണിൻ്റെ ക്യാരക്ടറിൻ്റെ അച്ഛനായിട്ട്. അതും ഒരു രസകരമായ ക്യാരക്ടറാണ് ജിയോ ബേബി നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ കുറച്ചുകൂടെ ശ്രമിക്കാമായിരുന്നു. കുറച്ചുകൂടെയൊക്കെ ഒന്ന് ടൈറ്റായിട്ട് സ്ക്രിപ്റ്റിംഗ് ഒക്കെ ചെയ്തിരുന്നെങ്കിൽ, കുറച്ചുകൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതൊരു മനോഹരമായൊരു അല്ലെങ്കിൽ ഒരു അടിപൊളിയായിട്ടുള്ളൊരു സിനിമയായിട്ട് മാറിയേനെ. മെയിൻലി പ്രീതി മുകുന്ദൻ്റെ ക്യാരക്ടറാണ്. അത് ഒരു വീക്ക് ക്യാരക്ടറാണ്. ക്യാരക്ടർ വീക്കാണ്. ആ ക്യാരക്ടറിൻ്റെ എഴുത്തും വീക്കായിട്ട് തോന്നി. മൊത്തത്തിലൊരു സുഖമില്ലാത്ത ഏർപ്പാടാണ്. അതിനേക്കാൾ കുറച്ചുകൂടെ രസകരമായ ക്യാരക്ടറാണ് ഋതു ഹരൂണിൻ്റെ. നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഋതു ഹരൂൺ ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറിൻ്റെ ഒരു ആർക്കൊക്കെ നല്ല രസമായിട്ടുണ്ട്. പക്ഷേ പ്രീതി മുകുന്ദൻ്റെ ക്യാരക്ടർ കുറച്ച് സില്ലി ആയിപ്പോയി. എനിക്കൊന്നും ഒരു സ്ഥിരം ഒരു ഗ്യാങ്സ്റ്റർ ഡ്രാമയിൽ പെടാതിരിക്കാൻ വേണ്ടി കുറച്ച് വേറിട്ട് ചിന്തിച്ച് വേറൊരു രീതിയിൽ ഒരു ഗ്യാങ്സ്റ്റർ ഡ്രാമ കൊണ്ടുവന്ന കണക്കാണ് എനിക്ക് തോന്നിയത്. എങ്കിലും ഒരു മോശം പടവും ഞാൻ എന്നെ വിളിക്കില്ല. 3 stars out of 5 ഫോർ മേനെ പ്യാർ കിയ. താങ്ക്സ് ഫോർ വാച്ചിങ്.